ദൈവത്തിന്റെ വചനത്തിന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ബന്ധനമില്ല. ബന്ധനത്തെ അറുത്തുമാറ്റും. വചനമായി തന്നെ വെളിപ്പെടും. വചനത്തിന്റെ അകത്തുള്ള സകല അനുഗ്രഹങ്ങളും വിടുതലുകളും നമ്മൾക്ക് ഓരോരുത്തർക്കും അവകാശമാണ്. അതുകൊണ്ട് ഇന്നുകളിൽ ഞാൻ പറയുന്നു, നാളുകൾ നമ്മൾ ജയോത്സവമായി നടക്കുവാൻ ക്രിസ്തുയേശുവിന്റെ കൂടെ നിൽക്കണം. ഹല്ലേലൂയ. അതൊരു വലിയൊരു വേടാണ് ആ ഭാഗം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നു, ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ഇതിന്റെ 1-ാമത്തെ വാക്യം അധ്യായത്തിൽ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങളുടെ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. നോക്ക്, പൗലോസ് പറയണം. എന്നിട്ട് 2-ാമത്തെ അധ്യായത്തിൽ പറയാൻ, കർത്താവ് ഞങ്ങൾ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്നു. അമ്മ മനസ്സിലായില്ല? ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ജീവനോട് ഇരിക്കുമോ എന്ന് പ്രയാസം തോന്നിയ പൗലോസ് അടുത്ത അധ്യായത്തിൽ പറയാണ്, ഞങ്ങളെ ജയോത്സവമായി ദൈവം നടത്തുന്നു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തൊരു ദൈവത്തിന്റെ കൊടി ദൈവം ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. എവിടെയെങ്കിലും നിങ്ങൾ വേദനപ്പെടുന്നുണ്ടെങ്കിൽ ആ വേദനയുടെ മറുപടി ദൈവം തന്നിരിക്കും. ഒരു പ്രാർത്ഥനയുടെ കണ്ണുനീരോട് കൂടെ ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനൊരു മറുപടി ദൈവം തന്നിരിക്കും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഒരു ഭാഗമാണ്, ഞങ്ങൾ ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുന്നത് പോലെ ഞങ്ങളുടെ ജീവന് വേണ്ടി അത്യന്തം ഞങ്ങൾ ഭാരപ്പെട്ടു. പക്ഷേ പൗലോസ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞങ്ങൾ അവിടെയും ജയോത്സവമായി ഇന്ന് നിൽക്കുന്നത് നമ്മൾ ക്രിസ്തുവിനാൽ വെളിപ്പെട്ട ആ ദൈവ സാന്നിധ്യത്തിൽ, ആ നിറഞ്ഞ ആ ദൈവ മഹത്വത്തിൽ ഞങ്ങളെ നിർത്തിയ ആ ദൈവ കൃപയ്ക്കകത്താണ് ഇന്ന് ഞങ്ങൾ ജയോത്സവമായി നടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ താഴ്കൊന്ന് പെട്ടെന്ന് വായിച്ചേ. അത് ഞങ്ങളിലല്ല ശ്രദ്ധിച്ചേ, നമ്മൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വരും. അപ്പൊ ജീവനോട് ഇരിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിച്ചത് കൊണ്ടാണ് ഇപ്പോഴത്തെ ജയോത്സവമായി നടന്നത്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിച്ചില്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചില്ല, തന്റെ കൂടെ ഉണ്ടായിരുന്ന ന്യായാധിപന്മാരോട് ആശ്രയിച്ചില്ല. പക്ഷെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചത് കൊണ്ട് ഇപ്പോഴത്തെ ജയോത്സവമായി നടന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നെങ്കിൽ നാളുകൾ നമ്മൾ ജയോത്സവമായി നടക്കും. ഹല്ലേലൂയ. ആർക്കെങ്കിലും മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. ജയോത്സവമായി നടക്കാൻ ഇന്ന് ഞാൻ എന്റെ ജീവനെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തിൽ തന്നെ ആശ്രയിച്ചാൽ, എന്റെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തിയുള്ള യേശുവിൽ തന്നെ ആശ്രയിച്ചാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. പൗലോസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യത്യസ്തമായ പ്രാർത്ഥനയാണ്. ഈ ഭാഗമൊക്കെ എഴുതുമ്പോൾ പൗലോസ് എഫെസോസിന്റെ അകത്ത് കയറി ആർത്തിമസ് ദേവിയുടെ അവരുടെ ശക്തി വ്യാപരിക്കുന്ന ആ അന്തരീക്ഷത്തിനകത്ത് നിന്ന് അവിടെ നിന്ന് ദൈവവചനം പറഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പൗലോസിനെ പിടിച്ച് അടിച്ച് നുറുക്കപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ കിടന്ന് വേദനയോടെ ജീവനോടെ ഇരിക്കുമോ എന്നുള്ള ഭയം അകത്ത് കയറിയപ്പോൾ ആ അനുഭവത്തിനകത്തു നിന്ന് പറയാണ്, ഞാൻ ക്രിസ്തുവിനെ തന്നെ ആശ്രയിച്ചു, അതിനാൽ ആ മരണത്തിൽ നിന്ന് അവനെ വിടുവിച്ചു. ഹല്ലേലൂയ. മക്കളെ, ഇവിടെയാണ് നമ്മൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു നോട്ടം പുറകോട്ട് നോക്കേണ്ടത്. നമ്മുടെ വിശ്വാസം എങ്ങനെ? ഹല്ലേലൂയ. ഇല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആരെയും ജീവിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് മനുഷ്യർക്കറിയാം. പൗലോസ് പറയാം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന യേശുവിനെ തന്നെ ഞങ്ങൾ ആശ്രയിച്ചു. അസാധാരണ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, അവിടെ ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അവിടെ വായിക്കുമ്പോൾ അതെ, ഞങ്ങളിൽ അല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വേറെ ആരെയും ആശ്രയിക്കാനും വകയുണ്ട്, ഇല്ലേ? വേറെ ആരെങ്കിലും ഒക്കെ ആശ്രയിപ്പാനും വകയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അവിടുത്തെ എല്ലാ ആശ്രയം അവിടുന്ന് പോയി. ഇപ്പൊ പൗലോസിനെ പറയുന്നുണ്ട്, പൗലോസിന് ചില സ്ഥലത്ത് പറയുന്നുണ്ട്, കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർ ഇട്ടേച്ചു പോയി. പൗലോസ് എഴുന്നേറ്റ് പിറ്റേ ദിവസം ദൈവവചനം ശുശ്രൂഷിച്ചു. അല്ലെങ്കിൽ ഫിലിപ്പിയർക്ക് ലേഖനമൊക്കെ എഴുതുമ്പോൾ ആ ഫിലിപ്പിയരുടെ ദേശത്തൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ കല്ലെറിഞ്ഞ് തന്നെ ഉപദ്രവിച്ച് ഏറ്റവും മരിച്ചു എന്ന് വിചാരിച്ച് അവരങ്ങ് ഇട്ടേച്ചു പോയി. ഇട്ടേച്ചു എന്ന് പോയ മനുഷ്യൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് ദൈവവചനം പ്രസംഗിച്ചു. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നു, മനസ്സിലാകുന്നു? ദൈവത്തെ നമ്മൾ അതുപോലെ അങ്ങ് ആശ്രയിക്കുകയാണെങ്കിൽ, ആശ്രയിക്കുന്നത് ദൈവത്തെ ആണെങ്കിൽ ദൈവം നമ്മളെ കൈവിടത്തില്ലെന്നും നമ്മൾ തന്നെ ചിന്തിക്കുക. നമ്മുടെ കയ്യിൽ ഒരു വേദന ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പുണ്ണ് വന്നാൽ നമുക്ക് എന്തോ വേദനയായിരിക്കും.
ഇത് ഈ റോട്ടിൽ കൂടെ കല്ലിനകത്തോടെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ട് അമ്മ മരിച്ചുപോയി, കല്ലെറിഞ്ഞിട്ട് മരിച്ചുപോയി. അപ്പൊ കല്ലെറിഞ്ഞ് മരിച്ചുപോയി എന്ന് നിർണ്ണയിക്കണമെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ സ്ഥിതി ആ സമയത്ത്? ഇല്ലേ? ആ സമയത്ത് പൗലോസ് പിറ്റേ ദിവസം എഴുന്നേറ്റ് ദൈവവചന ശുശ്രൂഷ. ഇതൊക്കെ അസാധാരണ വെളിപ്പാടാണ്. ഹല്ലേലൂയ. പുതിയ നിയമ സഭയ്ക്കുള്ള ഒരു വെളിപ്പാട്. ഇതിനകത്ത് ഒത്തിരി ഭാഗങ്ങളുണ്ട്. എടാ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തകർന്നു എന്ന് മറ്റൊരാൾ വിധി എഴുതിയാൽ അതിനകത്ത് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയണം, എന്റെ ജീവനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ വിഷയത്തെ ഏതാണോ ആ വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു യേശുവുണ്ട്. ആ യേശുവിനെ ഞാൻ ആശ്രയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആ യേശുവിനെ ഞാൻ ആശ്രയിക്കണം. ആശ്രയം മാറിപ്പോകില്ല. ആമേൻ. ആശ്രയം മാറിയാൽ നമുക്ക് വരുന്ന അനുഗ്രഹം മാറും. ഹല്ലേലൂയ, ആമേൻ. വിടുതലും മാറും. നമ്മൾ എത്രത്തോളം ദൈവത്തെ ആശ്രയിക്കുന്നോ അത്രത്തോളം ദൈവത്തോട് കൂടെ തന്നെ ഇരിക്കണം. ആമേൻ, ആമേൻ. ഇവിടെ പറയുന്ന കേട്ടോ, അങ്ങനെ പറയാം. ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് മരിക്കും എന്നുള്ളിൽ നിർണയിക്കേണ്ടി വരും. ഇപ്പൊ ഞാനൊരു ചിന്ത അതിനകത്ത് പറയാണ്. പൗലോസ്, ഞാൻ എന്റെ ചിന്തയാണ് അവിടെ, മരിക്കുമെന്ന് നിർണ്ണയിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെയൊക്കെ ചിന്ത ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. ഞാനൊക്കെ ചില സമയത്ത് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് എന്നെ ശുദ്ധീകരിക്കണം, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്തണമേ, നാളെ എനിക്ക്. അതുപോലെ ചില രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് വെച്ചാൽ നാളകളുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നിത്യരായത്തിൽ പോകണം. അപ്പൊ പൗലോസിനും മനസ്സിലായി നാളകളില്ല. ഒന്നും പറഞ്ഞില്ല ആരും. എന്റെ ചിന്തയാ, നാളകളില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു. കാരണം അമ്മ മരിച്ചാലും അങ്ങോട്ട് പോകണമല്ലോ. അമ്മ പറഞ്ഞില്ലല്ലോ. പൂർണ്ണമായിട്ട് ദൈവത്തിൽ അങ്ങ് വിട്ടുകൊടുത്തു. ദൈവത്തിന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചാലും പിതാവേ അങ്ങയുടെ കയ്യിൽ, ജീവനോട് ഇരുന്നാലും അങ്ങയുടെ കയ്യിൽ, ഞാൻ ജീവിച്ചിരുന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങേക്കായിട്ട്, മരിച്ചാലും അതൊരു സാക്ഷ്യമാ. ഇതുപോലെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പൗലോസിന് മനസ്സിലായി. പിറ്റോസം പറയാണ്, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ് എവിടെയാണോ മരണവിധി കൽപ്പിച്ചത്, എവിടെയാണോ പരാജയം പറഞ്ഞത്, എവിടെയാണോ ഇവനെ ഒഴിവാക്കാൻ നോക്കിയത്, എവിടെയാണോ ഇവനെ തകർക്കാൻ നോക്കിയത്, അവിടെ വെച്ച് അവൻ ജയോത്സവമായി നടക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. പൗലോസ് ഇരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. പൗലോസിന് അവിടെ കാണാൻ പാടില്ല. ജനം അങ്ങനെ വിധി എഴുതി, ജനം മരണത്തിന് വിധി എഴുതി, ജനം അവിടെ ഒഴിവാക്കാൻ വിധി എഴുതി, ജനം അവിടെ ഇനി കാണത്തില്ലെന്ന് വിധി എഴുതി. എന്നാൽ അതേ സ്ഥലത്ത് പൗലോസിനെ ജയ ഉത്സവമായി നടത്തിയ കർത്താവ്. ഓ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. എത്ര വിശ്വസ്തനായ എന്റെ ദൈവം, എത്ര വിശ്വസ്തനായ എന്റെ ദൈവം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ലേ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എത്ര കട്ടിയായുള്ള വിഷയമാണെങ്കിലും സക്കറിയാവിനോട് പറഞ്ഞു, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ആരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ് ഇതിനകത്ത്. പ്രാർത്ഥനയുള്ള വിഷയങ്ങൾ ദൈവം അതിന് മറുപടി നൽകുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് പൗലോസ് ഈ സകര്യാവിന് നല്ല പ്രായം തികഞ്ഞു നിൽക്കുമ്പോൾ, വാർദ്ധക്യത്തിൽ നിൽക്കുമ്പോൾ സകര്യാവിന് ചോദ്യമുണ്ട്, എന്തേ കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്ത, എന്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി ലഭിച്ചില്ലല്ലോ. അങ്ങനെ ചോദ്യങ്ങൾ അനവധി കാലങ്ങൾ നടന്നതിന്റെ നടുവിൽ ആ ഒരു വിഷയം ഇച്ചിരി കട്ടിയായ വിഷയം ഞാൻ ചിന്തിക്കുകയാണ്. കാരണം പ്രായാധിക്യം കഴിഞ്ഞു, ഒരു കുഞ്ഞിനെ പ്രസവിക്കുക ആ സമയത്ത് സാധ്യമല്ല. അങ്ങനെയുള്ള കാലഘട്ടം നിൽക്കുമ്പോൾ തന്നെ ദൂതൻ ഇറങ്ങി പറയുന്നു, സകര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്കാണ് മറുപടി. ആമേൻ, ആമേൻ. പല ചോദ്യങ്ങൾക്ക് മറുപടി ദൈവം തരികയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഇറങ്ങി വരുന്നു. സകര്യാവേ, നീ ഒരു ചോദ്യചിഹ്നമല്ല, നീ ഒരു ആശ്ചര്യചിഹ്നമാണ്. ഹല്ലേലൂയ. ഓ ജീസസ്. എടാ, പ്രാർത്ഥിക്കുന്നവൻ ചോദ്യചിഹ്നമായി മാറത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ഒരു ആശ്ചര്യചിഹ്നമായി മാറുകയാണ്. ഞാനിത് വിശ്വസിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർ ഒരു ചോദ്യചിഹ്നമായി മാറത്തില്ല. പ്രാർത്ഥിക്കുന്നവർ ഒരു ആശ്ചര്യചിഹ്നമായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച പൗലോസ് തന്റെ ജീവിതത്തിൽ മരണം മുഖാമുഖം കണ്ടപ്പോ ആ സമയത്ത് പൗലോസിന് പറയാമായിരുന്നു, ഞാൻ മരിക്കുകയാണ് മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടെ ആണ് അടുത്ത ശുശ്രൂഷകൾ ചെയ്ത്. ഇതൊന്നും പൗലോസ് പറഞ്ഞില്ല. പൗലോസിന് ഒരു ഒന്നറിയാമായിരുന്നു, അകത്തറിയാമായിരുന്നു, എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവുണ്ട്. പല ആപത്തിനകത്തുനിന്നും അനർത്ഥങ്ങളുടെ അകത്തുനിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവൻ ഇനി മേലാലും വിടുവിക്കുമെന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ
ഇന്ന് പകൽ ഇതിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു, ആമേ, പല വിഷയത്തിനകത്തുനിന്ന് നിങ്ങളെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, ആമേ, മേലാലും ചില വിഷയത്തിനകത്ത് യേശു കർത്താവ് വിടുവിപ്പാൻ ആമേ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി നിൽക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്കൊരു പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് മറുപടി കിട്ടിയല്ലോ. ചിലർക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ചെറിയ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പറയും മതി, ഇനിയിപ്പം നേരത്തെ കഷ്ടതയെ നിശ്ചയം മാറിയല്ല, അതിൽ നിൽക്കാം. ബൈബിളിൽ വാക്യമുണ്ട്, കഷ്ടപ്പാടോടുകൂടെ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാകുന്ന ഒരു വാക്യം കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് നിൽക്കാം. മക്കളെ ആവരുത്. അടുത്തതിന് വേണ്ടി നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. ആമേ, കൃപാവരങ്ങളും ആമേ നന്മകളും ലഭിച്ചത് കൊണ്ട് നിർത്തരുത്. ആമേ, അടുത്തതിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം. അടുത്തതിന് വേണ്ടി വിശ്വാസത്താൽ പോരാടിക്കൊണ്ടിരിക്കണം. അടുത്തത് പ്രാപിപ്പാൻ റെഡി ആയിക്കൊണ്ടിരിക്കണം. അടുത്തൊരു ഓട്ടക്കളത്തിൽ ഇറങ്ങി ഓടി അടുത്തവനോട് ജയിക്കാൻ തയ്യാറായി നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പലതിനും നമ്മൾ ഒത്തിരി വ്യത്യാസത്തോടെ മാറേണ്ടത് ആവശ്യമാണ്. ആമേൻ. അവിടെ പൗലോസ് പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിച്ചു. ഒരു വാക്ക് നമ്മൾ വാക്കിലേക്ക് കയറണം. എന്റെ മോള് വന്നോട് അവൻ ദൈവത്തിൽ തന്നെ ആശ്രയം, മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വരും. ഉള്ളിൽ നിർണയിച്ചു മരിക്കും, എല്ലാം തകർന്നു. അമ്മ ഇല്ലേ, നമ്മളുടെ എല്ലാം തീർന്നു. നമ്മൾ പറയത്തില്ല ചില സമയത്ത് തീർന്നു പോയി, ഇനി രക്ഷയില്ല. അമ്മ ആ നിർണയമൊക്കെ നമ്മൾ ഉറപ്പിക്കും, നമുക്ക് ഇനി ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. അമ്മ എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കും. ഇനി പിന്നെ യോന കാത്തിരുന്നത് പോലെ ഇല്ലേ, ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നത്. നമ്മളൊക്കെ ചിലർ പണ്ടാരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരാൾ കല്ലറയൊക്കെ കെട്ടി കാത്തിരുന്നു. മരിക്കുന്ന സമയത്ത് കല്ലറ, ആ പുതിയ കല്ലറ നടക്കണം എന്ന് പറഞ്ഞിട്ട് കല്ലറ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു റോമൻ കാത്തലിക്കുള്ള ഒരാളാണ്, അദ്ദേഹം കെട്ടി അവിടെ കാത്തിരുന്നു. അതിന് കാരണമുണ്ട്, കർത്താവ് 2000 വരുമെന്നുള്ള അന്നത്തെ പഠിപ്പിലൊക്കെ. അന്നൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചത്, ഞങ്ങൾ കത്തോലിക്ക പഠിച്ചത് അങ്ങനെയൊക്കെയാണ്. 2 വിരലേശ് കർത്താവിന്റെ ഫോട്ടോയിൽ ഇങ്ങനെ അവർ പിക്ചറിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഡാവിഞ്ചി വരച്ചതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. അന്ന് അറിയത്തില്ല, അത് അന്ന് വിചാരിച്ച് ഏത് വിശുദ്ധം വരച്ചതാണ്. അപ്പം ഞങ്ങൾ വിശ്വസിച്ച കർത്താവ് 2000 വരും. 2000 കർത്താവ് വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് 2022 ഇങ്ങനെ കാണിച്ചു. അപ്പൊ അതിലും വന്നില്ല. ഇപ്പൊ അമ്മ സ്വതന്ത്രം, ഹല്ലേലൂയ. മനസ്സിലായോ അമ്മ? അല്ലേ ഇല്ലേ? അപ്പൊ നമ്മൾ ചിലതിന് വേണ്ടി കാത്തിരിക്കും. ചില ഇത്ര ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കും. അങ്ങനല്ല. ചില നിർണയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. ചില ആഗ്രഹങ്ങൾ, ചില ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. അമ്മ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വെളിപ്പാടുകളെ ദൈവം തരും. ഹല്ലേലൂയ. വലിയ വലിയ വെളിപ്പാടുകളെ തരും. വലിയ വലിയ ദർശനങ്ങളെ ദൈവം തരും. വലിയ വലിയ കാഴ്ചപ്പാടുകളെ ദൈവം തരും. അതിനൊത്ത് നടക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളിലൂടെ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥന വിഷയം നടന്നില്ലേ, നമ്മൾ അതിനകത്ത് ദുഃഖിക്കരുത്. ചില പ്രാർത്ഥിച്ചിട്ടൊന്നും ചിലത് നടന്നില്ലെങ്കിൽ അതന്നെ, അത് നടക്കാതെ. അത് നടന്നാൽ ഞാൻ ദൈവത്തെ ആശ്രയിക്കാന്നല്ല, അത് നടന്നാലും നടന്നില്ലേലും. ചിലർ പറയും അത് കിട്ടിയാ ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കിട്ടിയിട്ട് പ്രാർത്ഥിക്കുക. കാരണം കിട്ടിയാ പ്രാർത്ഥിക്കാന്നല്ലേ പറയുന്നത്. കിട്ടിക്കഴിയുമ്പോൾ അവരങ്ങ് മറക്കും. ഹല്ലേലൂയ. ഇല്ലേ, മറക്കും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട അങ്ങനെയല്ല. നമുക്ക് നടന്നാലും നടന്നില്ലേലും, ലഭിച്ചാലും ലഭിച്ചില്ലേലും, സന്തോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കണ്ണുനീരാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒന്നുമില്ലേലും നമ്മൾ ദൈവത്തെ ആരാധിച്ചോ. ആരാധനയുടെ നടുവിൽ അവൻ ഇറങ്ങി വരും. ആരാധനയുടെ നടുവിൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ കാണും. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ അവൻ കാണും. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളെ അവൻ കാണും. അത് കാണുമ്പോൾ അതിന് മറുപടിയായിട്ട് അവൻ ഇറങ്ങി വരുള്ളൂ. അവൻ വെറുതെ ഇറങ്ങി വരത്തില്ല. അവൻ എന്തെങ്കിലും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളെ സാധിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അവൻ പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നേച്ച് അവൻ പോകത്തുള്ളൂ. അവൻ നിലവിളിക്കുന്നവരുടെ കണ്ണുനീരുകളെ കണ്ട് മറികടന്ന് പോകുന്ന ഒരു വ്യക്തിയല്ല യേശു. ഹല്ലേലൂയ. 38 വർഷം കുളവിക്കര കിടന്നിട്ട് 38 വർഷം എന്റെ ചിന്ത 38 വർഷം കൊണ്ടൊരു പ്രാർത്ഥന, എന്റെ കർത്താവ് എന്നെ രക്ഷിക്കണം, എനിക്ക് രോഗസൗഖ്യമാകണം. അവനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. എന്റെ ചോദ്യം പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവന്റെ കൊച്ചപ്പൻ എന്ത് ചെയ്യും, വലിയപ്പൻ എന്ത് ചെയ്യും, സഹോദരങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും ഒക്കെ കാണത്തില്ല. അവരെന്തോ സഹായിക്കാത്ത, ആരും സഹായിച്ചില്ല. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല. 38 വർഷം, 1-2 വർഷം, 38 വർഷത്തെ പ്രാർത്ഥന. ഞാനതാ പറഞ്ഞു, കട്ടിയായിട്ടുള്ള വിഷയത്തിനകത്ത് ദൈവം മറുപടി അയക്കും. 38 വർഷം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത് യേശു കർത്താവ് അടുത്ത് വന്നപ്പോൾ ആ സമയത്ത് വിടുതലായി. ഹല്ലേലൂയ. 38 വർഷം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ യേശു വന്നപ്പോൾ അന്ന് വിടുതലാണെങ്കിൽ, എത്ര കട്ടിയായ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കട്ടെ, എത്ര പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഇരിക്കട്ടെ, യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ നിന്റെ വീട്ടിനകത്ത് വിടുതലായിട്ടാണ്.
അവൻ നിന്റെ വിഷയത്തിനകത്ത് വിടുതലയക്കുകയാണ്. അവൻ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ വിശ്വസിക്കാൻ മനസ്സുണ്ടോ? പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? വിടുതൽ നിങ്ങൾക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത് സാധാരണമല്ല, ഇത് അസാധാരണമായ ദൈവപ്രവൃത്തിയാണ്. നാം സാധാരണമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല യേശുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. യേശുവിനെ കുറിച്ച് നമ്മുടെ യേശുവിനെ സാധാരണ ഒരു ദൈവമായിട്ട് നമ്മൾ കാണരുത്, അസാധാരണമായ ഒരു ദൈവമായിട്ട് കാണണം. സർവശക്തനായ ദൈവമെന്ന് നമുക്ക് വചനം വായിക്കുന്നെങ്കിൽ അത് തന്നെ ഞാൻ കാണണം. സർവത്തിലും ശക്തനായ ദൈവം. ഈ ലോകത്തിൽ എന്തൊക്കെ ശക്തി ഉണ്ടെങ്കിൽ അതിന് മേലെ നിൽക്കുന്ന ശക്തനായ ദൈവം. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ചില ഭരണകർത്താക്കന്മാരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഉണ്ടായ ഒരു കാര്യം, നമ്മുടെ ഈ ചർച്ചിന് വിരോധമായ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വിളി വന്നപ്പോൾ എനിക്ക് വിളി വന്നില്ല, അവിടെ അങ്കിളിനാണ് വിളി പോയത്. വിളി പോയിട്ട് എന്റെ അകത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാ തന്നൊരു വചനമാണ്. എലീശയുടെ ചുറ്റും ആരാം സൈന്യം ഇറങ്ങി വന്ന് എലീശ പിടിക്കാൻ നിന്നപ്പോൾ അവരുടെ കണ്ണിനെ കുരുടാക്കി അടുത്ത രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. മക്കളെ, ഞാൻ പറയട്ടെ, ദൈവം ചെറുതല്ല. ഈ ലോകത്തിലെ ശക്തികൾക്ക് മീതെ നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഈ ലോകത്തിലെ സകലത്തിനും മീതെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ വെച്ച് നമ്മുടെ തല മാറാൻ തുടങ്ങും. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. എന്നാൽ പത്രോസ് നടയിരിക്കുമ്പോൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ യേശു കർത്താവിന് നടക്കണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണ ഒരു ദൈവമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചോ. വെള്ളം നമ്മളാണെങ്കിൽ തന്നെ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കൂടെ നടക്കാൻ പറ്റും. ഇനി ഒരു ബോട്ട് ഉണ്ടാക്കി പോയാൽ ചെറിയ ഓളം തല്ലുമ്പോൾ ബോട്ട് മറിഞ്ഞാൽ നമ്മളും തീർന്നു. എന്തിനാണ് പറഞ്ഞത്? കോടികൾ വിലമതിക്കുന്ന കപ്പൽ ഇടയ്ക്ക് മറിഞ്ഞു. ഇല്ലേ? ഇതെല്ലാം മറിയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മറിക്കുന്ന, ഇതെല്ലാം തകർക്കുന്ന ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ സർവശക്തൻ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര തന്നെ വലിയ വിഷയമാണെങ്കിലും അതിനകത്തോട്ട് സർവശക്തൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്റെ ആവശ്യങ്ങളെക്കാട്ടും വലിയവനായ ദൈവം അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്റെ പ്രശ്നം എത്രത്തോളം ഉണ്ടോ അതിനെക്കാട്ടും വലുതാണ് എന്റെ ദൈവമെന്ന് ഞാൻ മനസ്സിലാക്കി ആ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവിടെയാണ് മക്കളെ നിങ്ങളുടെ വിടുതൽ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. പിശാചിനൊന്നും ഇടയില്ല. ഞാൻ ഉറപ്പിച്ച് പറയും, പിശാചിനൊന്നും ഇടയില്ല. ചില കാര്യങ്ങൾക്കകത്ത് ഞാൻ ഉറപ്പിച്ചങ്ങ് പറയും, അത് അങ്ങനെ സംഭവിക്കുന്നു. പിശാചിനൊന്നും ഇടയില്ലെന്ന് പറഞ്ഞാൽ ഇല്ല തന്നെയാണ്. കാരണം ദൈവം ഉള്ളിടത്ത് പിശാചിന് ഇടയില്ല. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് ഇരുട്ടിന് സാന്നിധ്യം ഇല്ല. ദൈവം ഇറങ്ങിയിട്ട് ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിനാണ്. അന്ന് വരെ വാദിച്ചോണ്ട് പിശാചി നിന്നു, ഇതെല്ലാം എന്റേതാണ്. ദൈവം പറഞ്ഞ് നിക്കവിടെ, നിക്കവിടെ. പിശാചിനോട് ഇങ്ങനെ പറയണം കേട്ടോ, നിക്കവിടെ. ഭൂമിയിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിയും. ഭൂമിയിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് സ്വർഗത്തിൽ ഒരു കൽപ്പനയായി മാറും. ദൈവം നമ്മുടെ മേൽ ചില കൽപ്പനകൾ, അധികാരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ചിലതിനോടൊക്കെ നിൽക്കാൻ പറയണം. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ദൈവം നമ്മുടെ കൂടെ ഉള്ളവർ പേടിക്കുന്നത് എന്തിനാണ്? ഹല്ലേലൂയ. ഇല്ലേ? പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് എല്ലാവരുടെ വിഷയത്തിനകത്തും മറുപടിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിശ്വസ്തയോടെ, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിനകത്ത് എന്റെ കർത്താവ് ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ചാൽ അവിടെയാണ് മറുപടി. പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കഥയായിരിക്കാനാണ് സാധ്യത. ഒരു അമ്മച്ചി അതുപോലത്തെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കരുത്. ഞാൻ ഇതിനുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഒരു മല മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ബൈബിളിൽ വാക്യമുണ്ടല്ലോ, മല നിങ്ങൾ വിശ്വസത്തോട് മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അമ്മ കടലിൽ ചാടിപ്പോകും. അപ്പൊ അമ്മച്ചി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവരും പ്രസംഗം കേട്ട് നമ്മളങ്ങ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്നും പ്രാർത്ഥിച്ചിട്ട് ഉപവാസ പ്രാർത്ഥന 3 ദിവസം അമ്മച്ചി വീട്ടിൽ ഇരുന്നിട്ട്, വീട്ടിൽ അമ്മച്ചിയുടെ മുമ്പിൽ ഈ മല ഇരിക്കുന്നത്, മല മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവര് വന്നിട്ട് രാവിലെ എണിച്ച് നോക്കും, മല എവിടെയുണ്ട്. പിറ്റേ ദിവസം അന്നും പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം വന്ന് നോക്കും, മല എവിടെയുണ്ട്. 3-ാം ദിവസം പറഞ്ഞു നോക്കിയപ്പോൾ മലയില്ല. എനിക്ക് അന്ന് അപ്പോൾ പറയണേ, എനിക്ക് അന്നേരം അറിയാമായിരുന്നു ഇത് മാറത്തില്ലെന്ന്. ആരും അമ്മ പറഞ്ഞില്ലെന്ന് ഇല്ലേ? പ്രാർത്ഥിക്കാനിരുന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഈ വിഷയം മാറത്തില്ലെന്ന്. നമ്മളും ഇതുപോലെ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കറിയാം ഇത് മാറത്തൊന്നുമില്ല, പിന്നെ അങ്ങ് പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. മക്കളെ, അങ്ങനല്ല. നമ്മുടെ അകത്തെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വരണം. എന്താണോ നിങ്ങളുടെ വിഷയം അതിനകത്ത് ഉറച്ച തീരുമാനത്തോടും പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ ശക്തിയോടും ആ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ നിന്നാൽ അതിനകത്ത് മറുപടിയുണ്ട്. യേശു കർത്താവ് പറഞ്ഞത് അങ്ങനെയാ, നിങ്ങൾ വിശ്വാസത്തോടെ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് തരും.
വിശ്വാസമില്ലാതെ യാചിച്ചാൽ കിട്ടുകയില്ല. ആമേൻ, ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ വിഷയങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഏത് വിഷയമാണെങ്കിലും ഞാൻ ഇച്ചിരി മെല്ലെ എന്ന് പറഞ്ഞു പോകുന്നത് നമ്മുടെ അകത്തോട്ട് ഇതിനൊക്കെ അങ്ങ് കയറ്റണം. ആമേൻ. എന്നിട്ട് ആഴമേറിയ ദൈവിക വെളിപ്പാടിലോട്ട് നമ്മൾ കയറണം. എന്നിട്ട് നമ്മൾ ആ യേശുവിനെ ഒന്ന് മുമ്പിൽ നിർത്തണം. നമ്മുടെ കൂടെ ഒന്ന് കാണണം. നമ്മുടെ നടുവിൽ നിൽക്കുന്ന യേശുവിനെ ഒന്ന് കാണണം. ആമേൻ. വചനം പറഞ്ഞല്ലേ, 2-3 പേര് കൂടുമ്പോൾ ഞാൻ അതിന്റെ നടുവിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നടുവിൽ ആ യേശു ഇല്ലേ, അതിനൊന്ന് കാണും. ആ യേശുവിനെ ഒന്ന് കാണും. എന്നിട്ട് പറയണം, യേശു വർക്കത്താ പറയുന്നത്, നിങ്ങൾക്ക് ലോകം തരുവാൻ, രാജ്യം തരുവാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിന്റെ അടുത്ത വാക്യം പറഞ്ഞ അങ്ങനെ, നിങ്ങൾക്ക് രാജ്യം തരുവാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രാജ്യം, ഈ ലോകം നമ്മുടെ കയ്യിൽ അകപ്പെടുത്തുവാൻ ദൈവം പ്രസാദിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് ഭാഗം പറഞ്ഞു. പിശാച് പറയും അവന്റേതാണ്, പറയും വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. വിട്ടുകൊടുക്കരുത്. ഏദൻ തോട്ടം ആദത്തിന് ഹവ്വായ്ക്കും വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തു. അതിനകത്ത് മറ്റവൻ കയറി ആലോചന കേട്ടത് കൊണ്ട് അവര് മുള്ളും പറക്കാരയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ആമേൻ. മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? ആമേൻ. ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്തേക്ക് ശത്രു കയറി ആലോചന പറഞ്ഞിട്ട് ആ ആലോചന കേട്ട് നിന്നാൽ നമ്മൾ മുള്ളും പറക്കാരയിലായി പോകും. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറഞ്ഞ വാക്കും ആമേൻ പിശാച് പറഞ്ഞ വാക്കും രണ്ടാണ്. ആ രണ്ടെണ്ണത്തിനകത്ത് നമ്മൾ തെറ്റിപ്പോകരുത്. ഏകദേശം സാമ്യത്തോടെ പറഞ്ഞു ഇല്ലേ? സാമ്യത്തോടെ പറഞ്ഞു. സാമ്യക്കേടായിട്ടൊന്നും പറഞ്ഞില്ല. ആമേൻ. എല്ലാം സാമ്യത്തോടെ പറഞ്ഞ് ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം. ദൈവം അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും പറയാണ്, ഇല്ല നിങ്ങൾ ദൈവത്തെ പോലെയാക്കുക, അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാനാ പറഞ്ഞെന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ വിട്ടുകൊടുക്കൽ പറഞ്ഞു. ദൈവത്തെ പോലെ ദൈവത്തിന്റെ വിടുതലുകളെ നമ്മൾ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു നല്ലൊരു കൂട്ടമായിട്ട് സഭ എഴുന്നേക്കണം. ഹല്ലേലൂയ. സഭയിലെ ഓരോ മക്കളുടെ വിഷയത്തിനകത്ത് മറുപടി ഉണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിനകത്ത് ഓരോ മക്കളുടെ ജീവിതത്തിനകത്തും ഇന്നല്ലെങ്കിൽ നാളുകൾ എന്റെ കർത്താവ് വിടുതലിനായി ഇറങ്ങി വരുമെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്നുകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം നാളെ കാണത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നലെ കണ്ട മിശ്രൈമിനെ ഇനി ഒരു നാളും കാണത്തില്ലെന്ന് ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ മിശ്രൈമിനെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി ആമേൻ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കഷ്ടതയ്ക്കകത്തൊന്നും തീച്ചുളയ്ക്കകത്തൊന്നും ഇരുമ്പുലയ്ക്കകത്തൊന്നും പുറത്തു കൊണ്ടുവന്ന മിശ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ട് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തി ചെങ്കടലിൽ വിഭാഗിച്ച് പുറത്തു കൊണ്ടുവന്നു. ആമേൻ. നല്ലൊരു കാനാൻ ദേശത്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചെങ്കിൽ അതേ വെളിപ്പാടിനകത്തോട്ട് ഞാൻ കയറിയിട്ട് ആമേൻ ഇന്നുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി നിത്യജയത്തിന്റെ കനത്തെ ഓർത്തോടാൻ തയ്യാറാകുമ്പോൾ എന്റെ വീട്ടിനകത്ത് അനുഗ്രഹം വരും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആമേൻ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങിയിട്ട് അവിടെ പൗലോസ് പറയാണ്, ആമേൻ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. നമുക്ക് എത്ര ഭയങ്കര മരണം, എന്തോ അങ്ങനത്തെ ഒരു മരണം. അവർക്ക് അത്രത്തോളം ഭീതി ഉണ്ടായിരുന്നു, അകത്ത് ഭയം ഉണ്ടായിരുന്നു, അമ്മ അകത്ത് വേദന ഉണ്ടായിരുന്നു, അകത്ത് ദുഃഖം ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് വിടുവിച്ചെന്ന് പറയുന്നത്. ആമേൻ ആമേൻ. ഇല്ലേ, നമ്മളൊക്കെ ആണെങ്കിൽ പറയും, അയ്യോ അമ്മ ഇങ്ങനെ എത്രയോ വലിയൊരു കഷ്ടം, അതിന് ആര് വിടുവിക്കാനുണ്ട്? നമ്മളെ വിടുവിപ്പാൻ ആരും ഇല്ലല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ പറയുള്ളൂ. ഞാനങ്ങനെ പറയും. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഒന്ന് ചിരിച്ച മക്കൾ സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. അല്ലെങ്കിൽ ഞാൻ അടുത്ത ഭാഗത്ത് പ്രസംഗിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇല്ല, നമ്മളൊക്കെ അങ്ങനെ പറയുള്ളൂ. നമ്മളെ വിടുവിക്കാനൊന്നും ആരുമില്ല. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരാളെ കണ്ടു, പക്ഷെ എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ എല്ലാവരും എന്നെ ഇട്ടേച്ചു പോയി. അമ്മ ഒരു സഹോദരൻ പറഞ്ഞ അപ്പൊ തീരെ കഷ്ടതയാ പുള്ളിക്ക്. അപ്പൊ കഷ്ടത പറയും, എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല, എല്ലാവരും എന്നെ ഇട്ടേച്ചു പോയി, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചങ്ങ് പോന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഒരു വിടുതൽ ഇനി ഉണ്ടാകുന്നൊന്നും തോന്നുന്നു. ആമേൻ. ഇനി ഉണ്ടാകുന്നൊന്നും തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പുള്ളിയുടെ വിശ്വാസം എവിടെ പോയി? ഹല്ലേലൂയ. എടാ, നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നത് സാധാരണ ഒരു എന്തെങ്കിലും നേടാനല്ലല്ലോ. ആമേൻ. ദൈവം എന്ന് പറഞ്ഞ ദൈവം നമ്മളെ സാധാരണമല്ലല്ലോ, എന്നെ പോലത്തെ ഒരു മനുഷ്യനല്ലല്ലോ. ആമേൻ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവരാന്ന് പറയുമ്പോൾ ആ വചനം ഇതിനകത്ത് നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ട് ആമേൻ നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം? ഹല്ലേലൂയ. ആമേൻ. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. എടാ, നിങ്ങളുടെ ആവശ്യത്തിന് ഈ ബൈബിൾ തുറന്നൊന്ന് വായിക്കണം. ഈ ബൈബിളിൽ നിങ്ങൾക്കുള്ളത് എഴുതിയിട്ടുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ പ്രമാണത്തിന്റെ അതിനും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ, വീടുണ്ടെങ്കിൽ വീടുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഈ പ്രമാണം എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു നോക്കണം. ഇതിനകത്ത് എന്തുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്ത് എഴുതിയിരിക്കുന്നു, എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി എന്ത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കഷ്ടം വരുമ്പോൾ ആ കഷ്ടത്തിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? അമ്മ ഭൂതം വന്നപ്പോൾ എന്ത് ചെയ്തു? രോഗി വന്നപ്പോൾ എന്ത് ചെയ്തു? അമ്മ ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അമ്മ ഒരു പിശാച് വന്നപ്പോൾ യേശു എന്താ പറഞ്ഞു? കൂടെ താമസിച്ചോളാനാണ് പറഞ്ഞു? അല്ല. പിശാച് വന്ന പറഞ്ഞു ആ വിട്ടുപോകാൻ പറഞ്ഞു. അമ്മ ദുരാത്മാവ് ഇളകിയപ്പോൾ പറഞ്ഞു നാളെ നിന്നു അവിടെ കുറച്ചേരം നീ അനുഭവിച്ചോളാണ് പറഞ്ഞു? അല്ല, അതിനെ ശാസിച്ചു. ഹല്ലേലൂയ. അമ്മ കടലും കാറ്റും ഇളകിയപ്പം അതിനോട് കുഴപ്പമില്ല, കാറ്റും കടലും ഉള്ളതാണ്, നമ്മുടെ പ്രവൃത്തിയിൽ ഉള്ളതാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നിന്നെ? അല്ല, അതിനെ ശാസിച്ചു, അതിന്റെ കോപത്തെ അടക്കി. ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് ഇത് തന്നെയാണ് മാതൃക. ആമേൻ. യേശു കർത്താവ് നല്ലൊരു മാതൃക വച്ചു പോയി എന്ന ബൈബിളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാതൃകയല്ലേ നമ്മൾ പിൻപറ്റണ്ടേ?
അമ്മ ദൈവങ്ങൾ ഇതല്ലേ നമ്മൾ പിൻപറ്റേണ്ടത്. നമ്മളൊരു കാറ്റും കടലും കോപവും അതിന്റെ കോപമൊക്കെ ഇളകിയിട്ട് നമ്മുടെ വീട്ടിനകത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആ സമയത്ത് അയ്യോ എല്ലാവർക്കും വന്നതുപോലെ എനിക്കും വന്നു എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുകയാണ് വേണ്ട. അല്ല, ആമേൻ, അല്ല. അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കേണ്ട വചനം ഇതിന്റെ അകത്തുണ്ട്. അതിനകത്തുനിന്ന് വിടുതലായി ഇറങ്ങി വരേണ്ടിയ വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. യേശു ചെയ്ത പ്രവൃത്തികൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ചെയ്യണം. ആമേൻ. മനസ്സിലാകുന്നു, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നു. ഇച്ചിരി കട്ടിയുള്ള വിഷയം, ഇച്ചിരി മനസ്സിലാക്കിയെടുക്കുക ഇച്ചിരി പാട്. അടുത്തോട്ട് വരുമ്പോൾ അത് മനസ്സിലാകും. യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ ഈ പ്രവൃത്തിയിൽ ഈ ലോകത്തിൽ എന്ത് ചെയ്തോ, മാതൃക കാണിച്ചോ, അതേ മാതൃക തന്നെ ഞാൻ പിൻപറ്റണം. ഹല്ലേലൂയ. അമ്മ മനസ്സിലായോ? അമ്മ കടലിളകിയപ്പോ പത്രോസും അമ്മ ശിഷ്യന്മാരൊക്കെ നിലവിളിച്ചപ്പോൾ അമ്മ അവരോട് കൂടെ നിലവിളിക്കുക അല്ല ചെയ്തത്. അമ്മ അവരിൽ വ്യാപരിച്ച, അല്ലെങ്കിൽ അവരിൽ ഭയഹേതുവായി വ്യഭിച്ച, അവരുടെ മരണത്തിന് പിൻപിൽ വ്യാപരിച്ച, അല്ലെങ്കിൽ അവർ മരിക്കുമെന്ന് പേടിച്ചു വിറച്ച വിഷയത്തിന്റെ പിൻപിൽ വ്യാപരിച്ച ആ പിശാചിന്റെ പ്രവൃത്തിയെ യേശു കർത്താവ് അവന്റെ നാമം ചൊല്ലി അവിടെ ശാസിച്ചു. ഹല്ലേലൂയ. അവിടെ അതിനെ അടക്കി, അതിന്റെ ശക്തി അവിടെ അടക്കി. അമ്മ ഇന്ന് ചിലത് അടങ്ങുമെന്ന് ഇതിന്റെ അകത്ത്. ആമേൻ, ആമേൻ, ആമേൻ. ചുമ്മാ അടിക്കുന്ന കാറ്റ് കണ്ട് പേടിക്കുന്നവരല്ല ദൈവമക്കൾ. ആമേൻ, ആമേൻ. കാറ്റ് കണ്ട് പേടിക്കുന്നവനല്ല യേശു കർത്താവ്. അവൻ കാറ്റിനെയും കടലിനെ ശാന്തമാക്കി അവൻ സമാധാനം നൽകുന്നവനാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അതാ യേശു കർത്താവ്. അമ്മ പ്രശ്നങ്ങളെ കണ്ടിട്ട്, നിങ്ങളുടെ ഉള്ള പ്രശ്നങ്ങളെ കണ്ടിട്ട് ആമേ കുഴപ്പമില്ല മക്കളെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകത്തില്ല ദൈവമക്കളെ. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തന്നിട്ട് അവൻ മാറും. ആമേൻ, ആമേൻ, ആമേൻ. പരിഹാരമുണ്ട് ഈ ഭൂമിയിൽ. അമ്മ യേശു കർത്താവ് അതിനുവേണ്ടി ഇറങ്ങി വരും. ആമേൻ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങൾ ദൈവം വിടുവിച്ചു. എന്നിട്ട് അടുത്ത വാക്ക്, ആമേൻ, വിടുവിക്കുകയും ചെയ്യും. വിടുവിച്ചു എന്നിട്ട് പറയാം ഇനിയും. അതിന്റെ അർത്ഥം അടുത്ത എന്തെങ്കിലും വന്നാലും വിടുവിക്കുകയും ചെയ്യും. ഇനി നമ്മൾ കേട്ടാട്ട്, നമ്മൾ ഒരു വർഷത്തിൽ ദൈവം പിടിപ്പിച്ചു, അടുത്തൊരു വർഷം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും പിടിപ്പിക്കും, ഇല്ലേ? ഇനിയും പിടിപ്പിക്കും. അടുത്ത ഭാഗം, അതിന്റെ അടുത്ത ഭാഗം അടുത്ത വായിച്ചു. ഞങ്ങൾ മേലാലും പിടിപ്പിക്കുമെന്ന് ഞങ്ങൾ അതിൽ ആശ വെച്ചിരിക്കുന്നു. അമ്മേ, ഒരു വിടുതൽ കൊണ്ട് ഞങ്ങൾ തീർന്നില്ല. അടുത്തൊരു പ്രശ്നം വരത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അടുത്തൊരു പ്രശ്നം വന്നാലും അവിടെയും അവൻ പിടിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലായോ? പൗലോസ് പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു ഭാഗമാണ്. ആമേൻ. ഇന്നുകളിൽ മാത്രമല്ല വിടുവിക്കുന്നത്, ആമേൻ, നാളുകളിൽ വിടുവിക്കും, ആമേൻ, മറ്റന്നാളിൽ വിടുവിക്കും. എത്ര വിഷയം എന്നൊക്കെ അലയടിച്ച് കയറി വന്നാലും അവിടുന്ന് ഒക്കെ എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് ആമേൻ പൗലോസ് ഉറച്ചിരിക്കുകയാണ്. അവൻ ആശ വെച്ചിരിക്കുകയാണ്. അവൻ ആശ വെച്ചിരിക്കുന്ന മറ്റൊന്നിലല്ല, അവൻ ആശ വെച്ചിരിക്കുന്ന ലോകത്തിലല്ല, അവൻ ആശ വെച്ചിരിക്കുന്ന ലോകമോഹങ്ങളിലല്ല, അവൻ ആശ വെച്ചിരിക്കുന്ന ലോക ഇമ്പത്തിലല്ല, അവൻ ആശ വെച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ധൈര്യത്തോടെ പൗലോസ് പറഞ്ഞത്, അവൻ ഇപ്പോൾ മാത്രമല്ല ഇനിയും എന്നെ വിടുവിക്കും, അവൻ മേലാലും വിടുവിക്കും. അതുകൊണ്ട് പിശാചിനോട് എന്റെ ചിന്ത ശരിയാണെങ്കിൽ അവൻ പിശാചിനോട് ഒരു വെല്ലുവിളി നടത്തുകയാണ് പൗലോസ്. പിശാചേ, നീ ഇന്നൊരിക്കൽ ബാധ ഞാൻ വിടുവിക്കപ്പെട്ടു, ഇന്നൊരിക്കൽ മരണത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടു, അവൻ നാളുകൾ നീ ഒടുക്കിയാലും ഞാൻ അതിൽ നിന്ന് വിടുവിക്കപ്പെടും. ഇനി മേലാലും നീ എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കിയാലും ഞാൻ അതിനകത്ത് വിടുവിക്കപ്പെടും. അമ്മ മനസ്സിലായ ഒരു കാര്യങ്ങൾ അമ്മ പറഞ്ഞേ. അമ്മ മക്കളെ, നിങ്ങളുടെ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ മാറി മാറി വരുമ്പോൾ ഇതെന്തൊരു പ്രശ്നമാണെന്ന് ചോദിച്ച് പിശാചിനെയും കുറ്റം പറഞ്ഞ് മനുഷ്യനെയും കുറ്റം പറഞ്ഞ് അമ്മ കുറ്റം വിധിച്ച് നടക്കുകയല്ല വേണ്ട. ഇതിനകത്തുനിന്നൊക്കെ എനിക്കൊരു വിടുതലുണ്ടെന്ന് അമ്മ വിശ്വസിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇല്ല, ചിലരൊക്കെ പ്രശ്നങ്ങൾ മാറാതെ വരുമ്പോഴത്തേക്കും പറയും, അയ്യോ ശപിക്കപ്പെട്ട വീട്, ശപിക്കപ്പെട്ട മനുഷ്യ, ശാപം പിടിച്ച ജീവിതം എന്നൊക്കെയാണ് പറഞ്ഞു വിടുന്നത്. എടാ, അങ്ങനൊന്നും അല്ലെന്ന്. അപ്പൊ ഈ ശാപം പിടിച്ച ജീവിതമാണെങ്കിൽ ആ ശാപത്തിൽ നിന്ന് വിടുവിപ്പാൻ യേശു ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മനസ്സിലാകുന്നോ? ഹല്ലേലൂയ. ഇതിന്റെ അകത്തൊരു വിശ്വാസം വർദ്ധിക്കണം ഇതിനു വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഇന്നൊരു പ്രശ്നമൊന്നും ഞാൻ പ്രാർത്ഥിച്ചു മാറി, നാളെ വീണ്ടും പ്രശ്നമാണ്. എടാ, മുള്ളും പറക്കാരെയുള്ള ഭൂമിയിലേക്ക് ഏതൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടത് അവിടുന്ന് ഇതുവരെ കരകയറ്റിയില്ല. ആമേൻ. മനസ്സിലായോ? ആമേൻ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന മുള്ളും പരക്കാരും അവൻ യേശു കർത്താവ് ദൈവം പറഞ്ഞു, പിതാവായ ദൈവം ആദത്തിനോട് പറയാണ്, നീ നെറ്റിയിലെ വേർപ്പ് കൊണ്ടേ അധ്വാനിച്ച് ജീവിക്കത്തുള്ളൂ. നെറ്റിയിലെ വേർപ്പ് പൊടിയണം, അധ്വാനമില്ലാതെ ജീവിതമില്ല. ആമേൻ, ആമേൻ, ആമേൻ. സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, വേദന ഉണ്ടാകും, അതുണ്ടെങ്കിലേ പ്രസവം നടക്കത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം എഴുതി വെച്ചേക്കുക. ഇതിനകത്ത് നമ്മൾ നടക്കുകയാണ്. ഇതിനകത്ത് മുള്ളും പരക്കാരെയും വെളിപ്പെടുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ആമേൻ, ആ മുള്ളും പരക്കാരെയും വെളിപ്പെടുമ്പോൾ മുള്ളും പരക്കാരെയും അകത്തുനിന്ന് ഞാൻ നിങ്ങളെ പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. പൗലോസ് മറ്റൊരു സ്ഥലത്ത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പെരുകുന്തോറും ക്രിസ്തുവിലൂടെ ആശ്വാസവും പെരുകി വരുന്നു. ആമേൻ. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലായോ? പിശാച് വെറുതെ ഇരിക്കുന്നവനല്ലേ, എതിരാളി വെറുതെ ഇരിക്കുന്നവനെ യുദ്ധം ചെയ്യാൻ പുറപ്പെടും. ഇന്നും കണ്ടില്ലേ നമ്മള് എത്ര യുദ്ധങ്ങൾ നടക്കുന്നു. ആമേൻ. അവർക്ക് എന്താ മടി തീരുന്നില്ല, എന്തുമാത്രം സാമ്പത്തിക നഷ്ടം വരുന്നു, എന്തുമാത്രം കെട്ടിടങ്ങൾ നഷ്ടപ്പെടുന്നു,
കൂടും തോറും പ്രതികൂലം കൂടും തോറും ദൈവത്തോടും പിശാചിനോട് പറയണം. പിശാചിനോട് പറയണം, പിശാചേ നീ തോക്കാൻ തുടങ്ങി, ഞാൻ ജയിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ നിന്റെ വിജയം അല്ല കാണുന്നത്, എന്റെ വിജയമാണ് കാണുന്നത്. കാരണം ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനിലല്ല, ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് എന്റെ ദൈവത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, നീ വേലും കുന്തമായി വന്ന് ഞാനോ എന്റെ ദൈവത്താൽ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ നോക്കി പറയാൻ പറ്റുമോ? മറ്റുള്ളവര് അവര് കള്ള ആയുധങ്ങളും കള്ള പ്രമാണവും കൊണ്ട് വരുമ്പോ ഞാൻ വരുന്നത് എന്റെ ദൈവത്താൽ. ഹല്ലേലൂയ. കള്ളവും കപടം കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ പറയുന്നത് ഞാൻ വരുന്നത് ദൈവത്താൽ. കള്ളത്തരങ്ങൾ പൊളിവാക്കുകൾ എല്ലാം പൊളിയാൻ പോകുകയാണ്. നമ്മൾ പുറപ്പെടുന്നത് ദൈവത്താലാണ്. ഹല്ലേലൂയ. ചിലര് പണം കൊണ്ട് നേടാൻ വരും, പണം കൊണ്ട് നേടാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ലാതിരിക്കും. നമ്മൾ പറയുന്നത് ഞാൻ വരുന്നത് എന്റെ ദൈവത്താലാണ്. നമുക്ക് ദൈവം കാര്യം സാധിപ്പിച്ചു തരും. നമുക്ക് ദൈവം കാര്യം സാധിപ്പിച്ചു തരും. എടാ പണമില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കരുത്, പൈസ ഇല്ലെങ്കിൽ ദുഃഖിക്കരുത്. നമ്മൾ നടക്കുന്നത് നമ്മുടെ ദൈവത്താലാണ്. എന്റെ ജീവൻ നിലനിൽക്കുന്നത് എനിക്ക് ക്രിസ്തുവിലാണ്. എന്റെ ജീവൻ മറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ഞാൻ ജീവിക്കും. ചിലർ പറയാണ് പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇല്ല മക്കളെ, അഭിഷേകം ഉണ്ടെങ്കിൽ ജീവിക്കാം. കൃപാവരങ്ങളുണ്ട് ജീവിക്കാം. ദൈവം കൂടെ ഉണ്ട് ജീവിക്കാം. വചനം പറയുന്നു ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ലെന്ന്. യേശുവിന്റെ അടുക്കൽ വിചാരി വന്നിട്ടുണ്ട്. യേശു കർത്താവ് ഇത്ര നാൾ ഉപവസിച്ചല്ലോ, ക്ഷീണമൊക്കെ കാണുമല്ലോ, വിശപ്പും ഉണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്യാം, കല്ലിന് അപ്പമായിട്ട് അങ്ങനെ ചെയ്യാം. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വചനത്താൽ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് മനുഷ്യരുടെ സഹായത്താലല്ല, പിന്നെയോ എന്റെ ദൈവത്താൽ. ഹല്ലേലൂയ. നമുക്ക് ആരോഗ്യമുണ്ടാകുന്നത് ഏതോ മരുന്നിന്റെ എനർജി കൊണ്ടല്ല, നമുക്ക് ആരോഗ്യമുള്ളത് യേശുവിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആരോഗ്യം പറയുന്നു മരുന്നിന്റെ ശക്തി കൊണ്ട് മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന്. ഇല്ല മക്കളെ, മരുന്നിന്റെ ശക്തിയിൽ സ്വർഗത്തിന്റെ ഉയരത്തിന്റെ ശക്തി എന്റെ മേൽ വന്ന മരിച്ചവരെ ജീവിപ്പിക്കുന്ന, മരണപാശങ്ങളെ അടിക്കുന്ന, ഇരുട്ടിന്റെ പാമ്പൻ തന്ത്രങ്ങളെ പൊളിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ധൈര്യത്തോടെ നടക്കാൻ തയ്യാറാണ്. നമ്മളെന്ന് പറയണം കഷ്ടതയും വേദനയും വരുമ്പോ പറയണം ഞാൻ ദൈവത്താൽ നടക്കുകയാണ്. എങ്ങനെയുണ്ട്? ദൈവന്റെ കൂടെ. അതുകൊണ്ട് എനിക്ക് ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ, കഷ്ടങ്ങൾ പെരുകും തോറും ആശ്വാസവും പെരുകി വരുന്നു. കാരണം എന്താ? ഞാൻ വിശ്വസിക്കുന്നത് എന്റെ യേശുവിനെയാണ്. എന്റെ ഉപനിധി ആരാന്ന് എനിക്കറിയാം. എന്റെ നിധി എന്താന്ന് എനിക്കറിയാം. എന്നെ വിളിച്ചാൽ ആരാന്ന് എനിക്കറിയാം. ആ അറിവ് എന്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ മേലാലും. മക്കളെ, പ്രതിസന്ധികളെ നോക്കി ഭാരപ്പെടല്ലേ. പ്രതികൂലങ്ങളെ നോക്കി പേടിക്കരുത്. എന്റെ കൂടെ ദൈവമുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന് പറ. രോഗങ്ങളെ ഓർത്ത് പേടിക്കരുത്. രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശു ഉണ്ടെന്ന്. അവന്റെ അടിപ്പിണരാൽ അവിടെ സൗഖ്യം ഇറങ്ങി വരുമെന്ന്. ഓ ജീസസ്, ഹല്ലേലൂയ. ദാവീദ് പറയുന്നത് എനിക്ക് ആ ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ അകത്ത് അതിന് തിന്നുകയാണ് ഇങ്ങനെ. ആ വചനം ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. ദാവീദ് പറയുന്നു ശൗലിനെ നോക്കി. ശൗല് നേരത്തെയൊക്കെ വെല്ലുവിളിച്ചു. ഒരു കൂട്ടം രാജാവിൻ കൂടെയുള്ള അകമ്പടികളും സൈന്യങ്ങളും പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് പറയുകയാണ് ഗോലിയാത്തെ, ഇന്ന് നിന്റെ തല ഞാൻ പക്ഷികൾക്ക്, ആകാശത്തിലെ പക്ഷികൾക്ക് ഇട്ടുകൊടുക്കും. ശത്രുവിനെ നോക്കി വെല്ലുവിളിക്കുക. എന്നിട്ട് പറയാണ് ഞാൻ വരുന്നത് എന്റെ ദൈവത്താലാണ്. ഈ രാജാവിനും അകമ്പടികൾ അല്ലെങ്കിൽ സൈന്യങ്ങൾക്കും ജയിക്കാൻ പറ്റാത്തതിനെ എനിക്ക് ജയിക്കാൻ കഴിയുന്നത് സാധാരണ എന്റെ കയ്യിലുള്ള അമ്പും വെല്ലും കൊണ്ടല്ല, എന്റെ ദൈവത്താലാണ് ഞാൻ ജയിക്കുന്നത്. ഹല്ലേലൂയ. പലരും പല സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ അവിടെ നിങ്ങൾ ജയിക്കണമെങ്കിൽ ദൈവത്താൽ പുറപ്പെടണം. ചിലരൊക്കെ ഇന്ന് ജീവിക്കുന്നത് സാധാരണമായത് കൊണ്ടല്ല, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട്. ചിലരൊക്കെ ഇന്ന് നടക്കുന്നത് പലപ്പോഴും വീണു പോകേണ്ടതായിരുന്നു. പലപ്പോഴും ഒറ്റപ്പെട്ട് തീർന്നു പോകേണ്ട ജീവിതം ഇന്നും നിലനിൽക്കുന്നത് ദൈവത്താൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഞാനൊന്നും കൂടെ പറയുന്നു. എടാ, ദൈവത്താൽ സഞ്ചരിക്കാൻ തുടങ്ങിയ, ദൈവത്തോട് കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയ ദൈവത്തിന്റെ സൈന്യം നമ്മോട് കൂടെയുണ്ട്. ദൈവത്താൽ സഞ്ചരിക്കാൻ തുടങ്ങിയ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലമാ. ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ.
ആമേൻ ആമേൻ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആമേൻ. ദാവീദ് പറയും, എന്റെ ദൈവത്താൽ ഞാൻ മതിലുകൾ ചാടിക്കടക്കും. ഹല്ലേലൂയ. പ്രതിസന്ധികളെ നോക്കി ഞാൻ പുറകോട്ട് പോകുമെന്നല്ല, ചാടുമ്പം വീഴുമെന്നല്ല ദാവീദ് പറഞ്ഞത്, ഞാൻ അതിനെ ചാടിക്കടക്കും. ആമേൻ. മക്കളെ, ആമേൻ, ഈ വചനം ആമേൻ ചെറുതല്ല. ആമേൻ, ഈ വചനത്തിൽ നമ്മളോട് അറിയിക്കുന്ന യേശു ചെറുതല്ല. ആമേൻ ആമേൻ. നമ്മളെ നല്ലതുപോലെ അന്ത്യത്തോളം നടത്താൻ കഴിവുള്ളവൻ, നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കാൻ കഴിവുള്ളവൻ, ആമേൻ, നമ്മളെ വീഴുമ്പോൾ താങ്ങി എഴുന്നേൽപ്പിക്കുന്നവൻ, നമ്മളെ കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് ഉയർത്തുന്നവൻ, ആമേൻ, ക്രിസ്തുവാകുന്ന ഭാരമേ നിർത്തുന്നവൻ, അവൻ അന്ത്യത്തോളം നമ്മുടെ കൂടെ ഇരിക്കും. ഓ ആമേൻ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാനോ ഉയർത്തപ്പെട്ടാൽ ആമേൻ അനേകർ എനിക്കിലേക്ക് വന്നു വരും. ആമേൻ ആമേൻ. ഞാനോ ഉയർത്തപ്പെട്ടാൽ. ഞാൻ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിവിടെ വൈകുന്നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ച, കർത്താവേ, എങ്ങനെയാണ് സഭയുടെ വളർച്ച? എന്നെ വളരുമ്പോ സഭയ്ക്ക് എന്താ ഗുണം? അങ്ങയുടെ നാമം ഉയരുമ്പോ സഭയ്ക്ക് എന്താ ഗുണം? എന്റെ ദൈവം ഒരു വെളിപ്പാട് കാണിച്ചത്, ഒരു വൃക്ഷം വളരുന്നത്, ആമേൻ, ആ വൃക്ഷം വളർന്ന് വണ്ണം വെക്കും തോറും ആമേൻ അതിന്റെ കൊമ്പുകൾ വിടർന്ന് ശാഖകളായി പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ആമേൻ. പക്ഷെ വളരുന്ന തലയ്ക്ക് ഒരു ഗുണവുമില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ വളരുന്നതനുസരിച്ച് കൊമ്പുകൾ വിടർന്നുകൊണ്ടേയിരിക്കും. ആമേൻ. കൊമ്പുകൾ വളരുന്നതനുസരിച്ച് ആ കൊമ്പുകളിൽ ഫലങ്ങൾ ഉളവായിക്കൊണ്ടേയിരിക്കും. ആമേൻ. മക്കളെ, നമ്മൾ ദൈവസഭയിൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന് അംഗമായ നിങ്ങൾക്ക് ആമേൻ സഭ വളരുന്നത് പോലെ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ആമേൻ. സഭ ഉയരുന്നത് പോലെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് പിതാവ് നനയ്ക്കുന്നത്, ആമേൻ, പിതാവാണ് അതിന്റെ തോട്ടക്കാരൻ. ആമേൻ ആമേൻ. അതിന്റെ മുന്തിരി വള്ളിക്ക് ആമേൻ കൊമ്പുകളായി നമ്മൾ നിൽക്കുമ്പോൾ ആമേൻ ആ പിതാവ് നനയ്ക്കുന്ന വെള്ളവും വളവും വലിച്ചെടുത്ത്, അഥവാ പിതാവിൽ നിന്നുള്ള സകലത്തെ മേടിച്ച് ക്രിസ്തയേശു നമുക്ക് തരികയാണ്. ഓ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കരുത്, വെറുതെ ആമേൻ നമ്മൾ ഒരു അലസമായിട്ട് ആരാധനയ്ക്ക് ഇരിക്കരുത്. ആമേൻ ആമേൻ. ആരാധിച്ചതിനെ പ്രാപിച്ചെടുത്തോണം. ആമേൻ. ആരാധിച്ചതിനെ മേടിച്ചെടുത്തോണം. അപ്പൊ എന്നിട്ട് നല്ലതുപോലെ അറിയണം, കർത്താവ് എന്നോട് കൂടെ. ഹല്ലേലൂയ. കർത്താവ് എന്നോട് കൂടെ. ആമേൻ. ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റും നമുക്ക്? ആമേൻ. അയ്യോ, എന്തായാലും ഒരുമാതിരി ഇരിക്കുന്നത്. എടാ, ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ട്. അതുകൊണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവർ പറയാം, ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറയാം. മോനെ, ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറയാം. പിശാചിന്റെ സകല പ്രവൃത്തി പൊട്ടട്ടുന്നേ, അവന്റെ ആമേൻ പൈശാചിക മേഖലകൾ മൊത്തം തകരട്ടുന്നേ. അടുത്തിരിക്കുന്ന ധൈര്യത്തോടെ പറയണം, ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന്. ആമേൻ ആമേൻ. ഞാൻ പ്രതികൂലങ്ങളെ മറികടക്കാൻ പോവുകയാണെന്ന്. മനസ്സിലായോ? അവിടെ ഈ ഭൂമിയിലെ പിശാചുള്ള, സ്വർഗത്തിൽ പിശാചില്ല. ആമേൻ. ഈ ഭൂമിയിലെ പിശാചി കേൾക്കണ്ടേ? അവിടെയാണ് നമ്മൾ പറയണ്ടേ. ആമേൻ. സ്വർഗത്തിൽ പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ചിലരൊക്കെ സ്വർഗത്തിൽ പോയി ഇരുന്ന് പറയാൻ വേണ്ടി ഇരിക്കാൻ തോന്നും. സ്വർഗത്തിൽ ആരാധിക്കാനാ പോകുന്നത്. ആമേൻ. അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. ആമേൻ. അവിടെ വേറെ ഒന്നുമില്ല, ആരാധന മാത്രമേ. 24 hours. ആമേൻ. രാത്രി പകലും അവിടെ ഇല്ലല്ലോ. കുഞ്ഞാട് ആലയത്തിന്റെ വിളക്കല്ലോ. ആമേൻ. ആ വെളിച്ചത്തിനകത്തല്ലോ നമ്മൾ. ആമേൻ. അവിടെ ഇരുട് ലേശം ഇല്ലല്ലോ. ഇരുട് അവിടെ പിടിക്കാൻ ഒക്കുകയല്ലോ. ഓ ഹോളി സ്പിരിറ്റ്. ആമേൻ. ആ ഒരു വെളിപ്പാടൊക്കെ ഒന്ന് കണ്ട മക്കളെ. നമ്മൾ നിത്യരാജ്യത്തിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കാനോ ഒന്നും അല്ല അവിടെ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഇല്ല. അവിടെ ചെല്ലുമ്പോൾ മക്കളെ നമ്മൾ ദൂതന്മാരോട് കൂടെ നിന്ന് ആരാധിക്കാനാ പോകുന്നത്. അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. അവിടെ ആരാധനയുടെ മുഖത്ത് മഹാഘോഷം മാത്രമേ വെളിപ്പെടൂ. അവിടെ പ്രശ്നങ്ങളില്ല, പ്രതികൂലങ്ങളില്ല, പ്രതിസന്ധിയില്ല, രോഗമില്ല, അവിടെ കണ്ണുനീരില്ല, വീലാപമില്ല, ഒന്നുമില്ല അവിടെ. ആമേൻ. അതൊക്കെ ഈ ഭൂമിയില്ല. അതൊക്കെ പിശാച് വരുത്തി വെച്ച സാധനം ഇതൊക്കെ. ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഈ ലോകത്തിൽ പിശാചിന്റെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം, എന്റെ സ്വർഗത്തിലെ ദൈവത്താൽ ഞാൻ ചിലതൊക്കെ മറികടന്ന് വരുമെന്ന് അവൻ പിശാചിന്റെ മുമ്പിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. ചിലതൊക്കെ നമ്മൾ മാറ്റണം. നമ്മളെ പിറുപിറുപ്പൊക്കെ ഒന്ന് മാറ്റണം. നമ്മൾ കുറ്റം പറച്ചില് മാറ്റണം, പരാതി പറച്ചില് മാറ്റണം, ദൈവത്തോടുള്ള പിറുപിറുപ്പ് മാറ്റണം. എന്നിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം പിശാചിനോട്. ആമേൻ. ഇതൊക്കെ വരുത്തുന്ന ദൈവം. എനിക്ക് കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ആമേൻ, ദൈവം ഇതൊക്കെ ചിലർക്ക് വരുത്തുന്നില്ല, വരുത്തത്തില്ല ആർക്കും. ആമേൻ. ദൈവം ആർക്കും നാശം വരുത്താൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ആർക്കും ദോഷം വരുത്താൻ അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ അടിമത്തത്തിൽ കിടക്കപ്പെട്ട ആമേൻ നിനവയോട് ദൈവം സംസാരിക്കത്തില്ല. നിനവെ പാപത്തിന്റെ അടിമത്തം കിടക്കുക. യോനായെ, നീ ചെന്ന് നിനവയോട് പ്രസംഗിക്കുക. അവർ മാനസാന്തരപ്പെട്ടിട്ട് അവർ രക്ഷപ്പെടണം. ഞാൻ 1,00,000 ചില്ലുവാനും ആൾക്കാരെ എനിക്ക് വേദനയുണ്ട്. ഈ ഞാൻ ഉപയോഗിക്കും, ഞാൻ എന്റെ കോപത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചാൽ അവരുടെ ജീവൻ മൊത്തം പട്ടുപോകും. അതുകൊണ്ട് അവർക്ക് രക്ഷ വേണം. അതുകൊണ്ട് യോനായെ, നീ ചെന്ന് അവരോട് പ്രസംഗിക്കുക. അവൻ നശിപ്പിക്കാൻ വേണ്ടിയാണോ പറഞ്ഞത്? അല്ല, രക്ഷയ്ക്ക് വേണ്ടി. അവൻ ദൈവം എല്ലാവരെയും രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. ദൈവം എല്ലാവരെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധൈര്യപ്പെട്ട്
ക്രിസ്തുവിൽ നിന്ന് പിശാചിനോട് വെല്ലുവിളിച്ച് പറയണം. ആമേൻ. പൗലോസ് പറഞ്ഞല്ലേ, ഹേ മരണമേ. ആമേൻ. അത് പറയാൻ കഴിയണമെങ്കിൽ പിശാച് പൗലോസ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ഇനി മേലാലും ഇതൊക്കെ അസാധാരണ വെളിപ്പാടാണ് മക്കളെ. അപ്പൊ ഇതിനൊക്കെ കയറി ഒന്ന് നിന്നാ നിങ്ങൾ രക്ഷപ്പെടും, നമ്മളെ രക്ഷപ്പെടും. നിങ്ങളെന്താ പറയത്തില്ല, നമ്മൾ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ബോധ്യവും അകത്ത് തികഞ്ഞ വിശ്വാസത്തോടും കൂടെ നമ്മൾ പുറപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളുടെ എത്ര കട്ടിയുള്ള പ്രാർത്ഥന വിഷയമാകട്ടെ, ഇതുവരെ നടക്കാത്ത വിഷയമാകട്ടെ, ആമേൻ, നാളുകളിൽ നിങ്ങളുടെ മുമ്പിൽ പുഷ്പം പോലെ ആ വിഷയത്തിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് മാറാം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇല്ലേ? ആമേൻ. ആമേൻ. ആ വാക്കൊക്കെ, ദാവീദിന്റെ ആ വാക്കൊക്കെ നമ്മൾ ഇച്ചിരി കൂടി തിരിഞ്ഞൊന്ന് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു മനുഷ്യന്? ആമേൻ. ഇല്ലേ? നോക്ക്, ഒരു രാജ്യത്തിന്റെ പടയാളികൾ മൊത്തം ഭയപ്പെട്ടു മാറി. നമ്മൾ അതാണ് മനസ്സിലാക്കി എടുക്കുന്നത്. ഒന്നും രണ്ടും ആളല്ല. ആമേൻ. ലക്ഷക്കണക്കിന് സൈന്യം പുറകോട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് സൈന്യം പുറകോട്ട് നിൽക്കുമ്പോൾ, ആ സൈന്യത്തിന്റെ അധിപതനായി നിൽക്കുന്ന രാജാവും പറയാണ്, സൈന്യത്തെ നയിക്കേണ്ടവനും പറയാണ്, ഇവനെ ജയിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ വിഷയത്തിന്റെ കട്ടി എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ വിഷയത്തിന്റെ പ്രതികൂലം എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അമ്മ, നമ്മുടെ ജീവിതത്തിൽ മക്കളെ പ്രതികൂലങ്ങൾ കയറി വരുമ്പോ അവിടെ നമ്മൾ പറയണം, ഞാൻ എന്റെ ദൈവത്താ. അമ്മ, സങ്കീർത്തനക്കാരൻ ദാവീദിനൊക്കെ നമുക്ക് നല്ലൊരു പാഠം, നല്ലൊരു ദൃഷ്ടാന്തം അവിടെ വെച്ചേക്കുന്നത്. പ്രതികൂലങ്ങൾ കീറുന്തോറും പിശാചിന്റെ മുമ്പിൽ നോക്കി ധൈര്യത്തോടെ പറയണം, അമ്മ ചിരിച്ചോണ്ട്, പിശാച് ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ഞാൻ ചിലപ്പോൾ കണ്ണുനീര് വരുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് കയറി വരും. ഇതിനകത്ത് കയറി വന്നിട്ട് പറയും, അത് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ടാറ്റ പറയണം, ടാറ്റ പറയണ്ട, ടാറ്റ പറയണം. ടാറ്റ നമ്മളെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റാത്തതിനൊന്നും കൂടെ കൊണ്ട് നടക്കരുത്. നമ്മളെ വളർത്താനല്ല, നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ സന്തോഷിപ്പിക്കാനല്ല, നമ്മളെ കരയിപ്പിക്കാൻ. ആരോഗ്യത്തിനകത്തിരുന്ന് കരയുന്ന എനിക്കറിയാം, കണ്ണുനീര് ഒഴുകുന്ന എനിക്കറിയാം. നിങ്ങളുടെ കണ്ണുനീരിനെ, നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു യേശു. ഹല്ലേലൂയ. ഉള്ളം കരയുമ്പോ, ഉള്ളം തിങ്ങുമ്പോ, ഉള്ളം വേദന കൊണ്ട് മൂടുമ്പോ ആ വേദനയെ നോക്കി പറയണം, ടാറ്റ മോനെ, ഞാൻ വിജയിക്കാൻ പോവുകയാണ്. ആമേൻ. നീ എന്റെ മേൽ കൊണ്ടിട്ടിരിക്കുന്ന വിഷയത്തിന് ഞാൻ ഇന്ന് ടാറ്റ പറയാ. നിന്റെ വിഷയങ്ങൾക്കൊന്നും എന്നെ പരാജയപ്പെടുത്താൻ ഒക്കുകയില്ല. ഇന്ന് ഇതിന്റെ അകത്തൊരു തീരുമാനം, ഉറച്ച തീരുമാനമെടുത്തേ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ അലട്ടുന്ന സകല വിഷയത്തിനകത്തും ആമേ ഒരു ബൈ ബൈ പറഞ്ഞിട്ട് പുതിയതിലേക്ക് കടക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ആമേ, പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കൈമാറിയിട്ട് ഇന്നുകൾ കണ്ടത് നമ്മൾ നാളെ കാണത്തില്ലെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ആമേ, നാളുകൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു സന്തോഷത്തിന്റെ ഒരു പൊൻപുലരി കാണുമെന്ന് പരിശുദ്ധാത്മാവിനോട് ആത്മാവിൽ ദൂത് പറയാൻ പറയുകയാണ്. ആരൊക്കെ ഉള്ളിൽ കരഞ്ഞു നീറിക്കൊണ്ട് നാളുകൾ എന്താകും കർത്താവേ, ആമേ, ഇങ്ങനെ പോയാൽ എന്താകും ദൈവമേ എന്ന് ചോദിക്കാൻ അലമുറയിടുമ്പോ, ആമേ, രാത്രിയിൽ ഉറക്കമില്ലാതെ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ആ വ്യക്തിയുടെ ആത്മാവ് ദൂത് പറയുന്നു, ആമേ, അതിനോട് ടാറ്റ പറ, നാളെ ദൈവം അത്ഭുതം ചെയ്യുകയാണ്. ചിലതിനെയൊക്കെ നോക്കി നമ്മൾ പിശാചിന്റെ മുമ്പിൽ പേടിക്കാതെ വെല്ലുവിളിക്കണം. മക്കൾ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അമ്മ, ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അമ്മ, എന്നിട്ട് പറയുകയാണ്, ഇത്രയും വലിയ മേലാല് ഞങ്ങളെ വിടുവിക്കും എന്നിട്ട് പറഞ്ഞു പൗലോസ് പറയാണ്, നമ്മെ അതുകൊണ്ട് ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് എന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തോ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ, ദൈവത്തിന്റെ അറിവ് ഈ ലോകത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുമെന്നുള്ള ആ അറിവിന്റെ വാസന ഇവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ആമേൻ. ആമേൻ. നിങ്ങൾ കണ്ണുനീരോട് കൂടി ഇരിക്കുമെന്നാണോ വാസന വെളിപ്പെടുന്നത്? അല്ല, കണ്ണുനീരിന്റെ വാസനയാണ് അവിടെ വെളിപ്പെടുത്തിയത്? അത് പാപത്തിന്റെ വാസനയാണ് അവിടെ വെളിപ്പെടുത്തിയത്? അല്ല. അവൻ ജയോത്സവമായി നടത്തുന്ന, അവൻ ജയിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ സന്തോഷിക്കുമോ ആ പരിജ്ഞാനം പൗലോസിന്റെ അകത്ത് കൊടുത്തിട്ട് അതിന്റെ പരിജ്ഞാനത്തിന്റെ വാസന പൗലോസ് ഭൂമിയിൽ തെളിയിച്ചു കാണിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. മനസ്സിലാകുന്നോ? ആമേൻ. എന്നിട്ട് വാസന വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ആമേൻ, രക്ഷിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ആമേൻ. ആമേൻ. എല്ലാവരുടെ കൂട്ടത്തിൽ, രക്ഷിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും എവിടെ ചെന്നാലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ദോഷം പറയാൻ എന്റെ ജീവിതം ഉണ്ടാകുക. മനസ്സിലായോ? അമ്മ, ക്രിസ്തുവിന് എപ്പോഴും ഞാൻ സൗരഭ്യവാസന. എന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ നിന്ദിക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് എന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ നിന്ന പറ്റത്തില്ല. അങ്ങനെ ഒരു തീരുമാനം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകും.
അങ്ങനെ ഒരു വെളിപ്പാട് പൗലോസിന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എന്റെ പ്രവൃത്തി കൊണ്ടോ, എന്റെ നടപ്പ് കൊണ്ടോ, എന്റെ വചനം കൊണ്ടോ, എന്റെ നോട്ടം കൊണ്ടോ, എന്റെ പ്രാർത്ഥന കൊണ്ടോ, എന്റെ ഒന്നുകൊണ്ടും ആമേൻ ആമേൻ ക്രിസ്തുവിനെ ഞാൻ ഒരു ദൂഷണമായി മാറത്തില്ല. ക്രിസ്തുവിനെ ഞാൻ സൗരഭ്യവ്യാസനയായി മാറും. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. തകർച്ച വരുമ്പോൾ നമ്മൾ തകർന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിന് സൗരഭ്യവാസന അല്ല. ആമേൻ. ഇത്രയൊക്കെ പ്രാർത്ഥിച്ച് എനിക്കൊന്നും നന്നില്ല ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന് സൗരഭ്യവാസന അല്ല. ആമേൻ ആമേൻ. എവിടെ ചെന്ന് നിന്നാലും എവിടെ കൊണ്ടിട്ടാലും അവിടെ ഈ ക്രിസ്തുവിനെ ഞാൻ സൗരഭ്യവ്യാസനയായി മാറാൻ. ഹല്ലേലൂയ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ തീക്കകത്ത് കൊണ്ടിടുമ്പോൾ പറയാണ്, ഞങ്ങൾ ഞാൻ സേവിക്കുന്ന ദൈവത്തെ വിട്ട് നീ നിർത്തിയ ബിംബത്തെ ഞാൻ നമസ്കരിക്കുന്നു. സൗരഭ്യവാസന ക്രിസ്തുവിന്. ഹല്ലേലൂയ. എത്ര എരിയുന്ന തീച്ചൂള എന്റെ മേൽ വന്നാൽ, എത്ര ശോധന വന്നാൽ മക്കളെ അതിനകത്തുനിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ അവിടെ വെച്ച് നമ്മൾ പറയരുത് ആമേൻ ഞാൻ ക്രിസ്തുവിന് അവിടെയും സൗരഭ്യവാസനയായി മാറണം. ആമേൻ. ഹല്ലേലൂയ. സിംഹത്തിന്റെ കൂട്ടിലിടുമ്പോഴും ദാവീദിന് പോയി ദാനിയേലിന് ഒരു പേടിയില്ല, എന്റെ ദൈവം എന്നെ രക്ഷിക്കും. ആമേൻ. രാജാവ് ചോദിക്കുക, ദാവീദേ, ദാനിയേലേ, ആമേൻ നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചോ? അപ്പൊ ദാനിയേലിന്റെ മറുപടി, ഞാൻ വീഴുന്നതിന് മുമ്പേ സിംഹത്തിന്റെ വായ ദൈവം. എന്താ മക്കളെ ഇതൊക്കെ നോക്കുന്നു? നമ്മുടെ ദൈവത്തിന്റെ ഓരോ പ്രവൃത്തി നോക്കാം. ഞാൻ അതിനകത്ത് വീഴുന്നതിന് മുമ്പേ സിംഹങ്ങളുടെ വായ ദൈവം അടച്ചു. അമ്മേ മക്കളെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അമ്മേ ഞാൻ അതിന്റെ അകത്ത് വീണ് പട്ടുപോകുന്നതിന് മുമ്പേ അതിനെ മറികടക്കാൻ ദൈവം അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. തീക്കകത്ത് വീഴുമ്പോൾ അതിനകത്ത് മരിച്ചു വീഴാതെ അവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങാൻ ദൈവം അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. അതാ പൗലോസ് പറയുന്ന, മേലാലും എന്നെ വിടുവിക്കും. ഒരു പ്രതികൂലത്തിൽ നിന്ന് മാത്രമല്ല, എന്തൊക്കെ വന്നാലും അതിന്റെ അകത്തുനിന്നൊക്കെ എന്നെ വിടുവിക്കും. അതുകൊണ്ട് ഞാൻ ചെല്ലുന്നതൊക്കെ ക്രിസ്തുവിന് ഞാൻ സൗരഭ്യവാസനയാണ്. അതൊരു ആനന്ദകരമായ വാക്കാണ്. ഹല്ലേലൂയ. അമ്മ ഞാനൊരു കാര്യം പറയാം മക്കളെ, നമ്മള് നല്ല മുഷിഞ്ഞ വസ്ത്രം ഇട്ട് അമ്മ വിശപ്പ് നാറി ഒരടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സൗരഭ്യവാസനയാണോ, നാറ്റമാണോ, മണമാണോ? നാറ്റം. ഹല്ലേലൂയ. അപ്പൊ നല്ല നല്ല കുളിച്ച് നല്ല ഫ്രഷ് ആയി പൗഡറൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചു പോവുകയാണെങ്കിലോ നമ്മൾ ആര് പോയാലും നമ്മൾ നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് പോയി എല്ലാവരുടെയും കണ്ണാരുടെ മേലായിരിക്കും നല്ല വസ്ത്രം ഇട്ട് പോകണം. എവിടെ നിന്നാണോ പ്രത്യേകിച്ച് സൗകര്യമാര് പോകുന്ന കടകളിലേക്ക് ഇങ്ങനെ തല എന്റെ കുടുംബത്തിന്റെ കാര്യം സൗകര്യമാര് എല്ലാവരും കാണുക റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്ക് കട കണ്ടു ഇങ്ങനെ പിന്നെ മരിക്കോടിക്കാനും പറ്റിയല്ലേ. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ഒത്തിരി സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇപ്പൊ കടയിൽ കയറി കഴിഞ്ഞാൽ അവര്, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒത്തിരി ശ്രദ്ധിച്ച കാര്യമുണ്ട്. പല കടയിൽ കയറി കഴിഞ്ഞാൽ ഈ പിന്നെ പാത്രങ്ങളുള്ള കടയിൽ കയറി കഴിഞ്ഞാൽ ഇവർ അടുക്കളയുള്ള സാധനം എന്ത് വേണം കുറവുള്ള അതിനെ പോയി പിടിക്കും. അവർക്ക് അതറിയാം, അവർക്ക് ആവശ്യമുള്ള ആവശ്യക്കാരല്ല ആവശ്യം. വീട്ടിനകത്ത് എന്ത് വേണം അതിന് അവർ കയറി പിടിക്കും. വേറെ ഒന്നുമല്ല അവർക്ക് ആവശ്യമാണ്. അവര് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ലോകത്ത് ഇച്ചിരി മാന്യമായിട്ട് നടക്കാൻ ഇച്ചിരി നമ്മളെക്കാട്ടും ഗ്രാഹി കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷെ നമ്മുടെ വേദന അവർ അറിയത്തുള്ളൂ. സംഭവം മനസ്സിലായി, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ ഇവിടെ ചെന്നാലും ഞാൻ ആരാ? സൗരഭ്യവാസന. അമ്മേ അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണം? സൗരഭ്യവാസന. ഹല്ലേലൂയ. ഏറ്റവും നല്ലത് ഞാൻ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയാം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല വീട്, ഇതെല്ലാം ദൈവം നമുക്ക് തരണം. ഇതിനകത്ത് തന്നെ നമ്മുടെ ജീവിക്കാൻ പ്രാർത്ഥിക്കണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ അവിടെയൊക്കെ ഞാൻ ക്രിസ്തുവിന് സൗരഭ്യവാസന. അവൻ എത്ര തന്നെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വന്നാലും അതിന്റെ മുമ്പിൽ പറയണം, കർത്താവിന് ഞാൻ സൗരഭ്യവാസന. അവൻ എവിടെ എന്റെ കർത്താവിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അവൻ ഞാൻ കാരണം എന്റെ കർത്താവിന് ഒരു ദൂഷണം ഉണ്ടാകത്തില്ല. ബൈബിൾ പറയുന്നത് പോലെ നിങ്ങൾ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്നു എന്ന് ബൈബിളിൽ ഒരു വാക്യം എഴുതി വെച്ചോണ്ട് ഞാൻ കാരണം എന്റെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടത്തില്ല. അവൻ ഞാൻ അവിടെ ഒരു ദൈവത്തിന്റെ സൗരഭ്യവാസനയായിരിക്കും. എന്റെ ക്രിസ്തുവിന് ഞാനൊരു സൗരഭ്യവാസനയാണ്. ഞാൻ നടന്നു പോകുമ്പോൾ പറയണം, ഇവൻ ക്രിസ്ത്യാനിയാണ്, ഇവൻ ക്രിസ്തുവിലുള്ളവനാണ്. ഞാൻ പറയുന്നത് ക്രിസ്ത്യാനിയാകുന്നതിനെക്കാട്ടും ക്രിസ്തുവിലാകുന്ന നല്ലത്. അവൻ ക്രിസ്തുവിലാകുമ്പോൾ അവരൊരു സൗരഭ്യവാസനയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. നിങ്ങൾ നടന്നു പോകുമ്പോൾ ദൈവമക്കളെ നിങ്ങളെ നോക്കി ജനങ്ങൾ പറയണം, ഇവൻ ക്രിസ്തുവിലായ മനുഷ്യനാണ്. അതിനുശേഷം ഇവനൊരു മാറ്റം സംഭവിച്ചു, അവരുടെ വീട്ടിലൊരു മാറ്റം സംഭവിച്ചു, അവരുടെ ജീവിതത്തിലൊരു മാറ്റം സംഭവിച്ചു, അവരെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, അവരുടെ രോഗത്തിൽ നിന്ന് വിടുവിച്ചു, അവരുടെ കടബാധത്തിൽ നിന്ന് വിടുവിച്ചു, അവരുടെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു. ഇതൊരു സൗരഭ്യവാസനയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. തകർന്നു പോകുന്ന മക്കളല്ല മക്കൾ, നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവ രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ആമേൻ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, ആമേൻ ആമേൻ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന നമുക്കോ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ സൗരഭ്യവാസനയായി. ആമേൻ. അടുത്ത ഭാഗം പറയുകയാണ്, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സൗരഭ്യം. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന. ആമേൻ. ഹല്ലേലൂയ. ആമേൻ.
അവർക്കോ ജീവനും ജീവനിലേക്കുള്ള വാസന തന്നെ. ഹല്ലേലൂയ. നമ്മൾ അത് ഒരു 2 രാത്രിയിലേക്ക് പറയും, നമ്മൾ ഇനി പ്രാപിക്കേണ്ട ജീവനിലേക്കുള്ള വാസന. ജീവനിലേക്ക്. ഏതാണോ തകർന്നു കിടക്കുന്ന ഭാഗം, അവിടെ നിന്ന് ജീവനിലേക്ക്, അവിടെ നിന്ന് ജീവനിലേക്ക് ഒരു പുതിയൊരു എന്തോ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ദൈവം സഭയ്ക്കകത്ത് ഒരു പ്രത്യേക തരം ഒരു നിയോഗങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നു. സഭയ്ക്കകത്ത് ചിലരെ ക്രിസ്തുവിനൊരു സൗരഭ്യ വ്യാസനയായി എഴുന്നേൽപ്പിച്ചെന്ന് തിരുദാസൻ. ചില ദേശത്ത് ചിലർ വീട്ടിനകത്ത് ഇതുവരെ സൗരഭ്യ വ്യാസന ആകാൻ പറ്റിയില്ലെങ്കിൽ നാളുകളിൽ അതിന് ആകാൻ ദൈവം കൃപ നൽകുകയാണ്. ഹല്ലേലൂയ. വീട്ടിൽ ദേശത്ത് നിങ്ങൾ അപമാനിക്കപ്പെടത്തില്ല, ആനന്ദമായിട്ട് നടക്കും. ഹല്ലേലൂയ. പലതിൽ നിന്നും ദൈവം വിടിവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ സൗരഭ്യവാസന. എന്നിട്ട് പൗലോസ് പറയുന്നത് ഇതെല്ലാം പഴുതി വെച്ചിട്ട് പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതാണ്. പൗലോസിന്റെ വെല്ലുവിളി. മരണത്തെ മുഖാമുഖം കണ്ടിട്ട് പൗലോസിന്റെ ഒരു വെല്ലുവിളിയുണ്ട്. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ. ഹേ പാതാളമേ, നിന്റെ മരണം എവിടെ? പാതാളത്തിന്റെ ശക്തി ആരാ? പിശാച്. കൃത്യമായിട്ട് പൗലോസിന് അറിയാം. ഇതിനെല്ലാം ജീവൻ രക്ഷ പ്രാപിച്ചു ഞാൻ വിശ്വസ്തയോടെ നടന്നു. ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചു വിട്ടെ മക്കളെ. ദൈവം നല്ലൊരു വചനം അത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 55-56 വാക്യങ്ങൾ പെട്ടെന്ന് മാറ്റി. നിന്റെ ജയം എവിടെ? വിഷമുള്ളവിടെ പാപം, ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയാം, നമ്മുടെ കർത്താവായ യേശു കർത്താവ് മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ് എല്ലാവർക്കും ജയം തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കരങ്ങളെ ചേർത്ത് അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ ആമേൻ. യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ജയം 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 വ്യാപരിക്കട്ടെ. ഇന്ന് പകല ഒരു ജയം വെളിപ്പെട്ട് വരട്ടെ. മരണപാശങ്ങളെ അടിക്കുന്ന കർത്താവിന്റെ മഹത്വം. ചില തോൽവികളെ ജയമാക്കുന്ന കർത്താവിന്റെ മഹത്വം. ചില പരാജയങ്ങളെ വിടിവിക്കുന്ന കർത്താവിന്റെ മഹത്വം. ചില ഇരുപ്പിന്റെ അധികാരങ്ങളിൽ നിന്ന് ജയം നൽകുന്ന കർത്താവിന്റെ മഹത്വം. ക്രിസ്തുവിന്റെ സൗരഭ്യ വ്യാസനയായി പുറപ്പെടുന്ന യേശുവിന്റെ മഹത്വം സകലരുടെ മേൽ വ്യാപരിക്കട്ടെ. അതുകൊണ്ട് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന് ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പൗലോസ് പറയാണ്, മേലാലും ഞാനത് അറിഞ്ഞും ഇരിക്കുന്നു. നമ്മളെല്ലാവരുടെ അകത്ത് ഹല്ലേലൂയ നല്ലൊരു അറിവുണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ നമ്മൾക്ക് ജയമുണ്ടെന്ന്. കർത്താവിന് ഞാനൊരു സൗരഭ്യ വ്യാസനയാണെന്ന്. കർത്താവിന് ഞാനൊരു നിന്ദാപാത്രമായി മാറത്തില്ലെന്ന് തുറച്ച് വിശ്വസിച്ച് എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഇന്നും നാളുകളും പ്രവർത്തിക്കുമെന്ന്, എന്റെ ദേശത്ത് ഞാനൊരു അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ദൈവമേ, ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സഭയുടെ അകത്ത് നിന്ന് ദൈവഹിതമില്ലാതെല്ലാ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ